63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം ദിനമായ ഇന്ന് വേദി നിറച്ച് ജനപ്രിയ മത്സര ഇനങ്ങളാണ്. തിരുവാതിരയും നാടകവും ഒപ്പനയും അടക്കം വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ്. 268 പോയിന്റാണ് കണ്ണൂർ ജില്ലയ്ക്കുള്ളത്. പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് കണ്ണൂർ. തൃശ്ശൂരും പാലക്കാടും തൊട്ടു പിന്നിലുണ്ട്. വേദി 3-ൽ നടക്കുന്ന ഒപ്പന മത്സരത്തിന്റെ തത്സമയ കാഴ്ചകളിലേക്ക് കടക്കാം. കണ്ട് കരഞ്ഞു പോയി അഴുകിയ കൂടൽ മാല കഴുത്തിലെന്ന് ചാർത്തി ചിരിക്കലായി ചിരിച്ചത കബയടുത്തവർ നിന്ന് ചൊരിഞ്ഞിടും ഹബീബുള്ള സുജുദിലമർന്ന് വേദികളിൽ മത്സരങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ ഊട്ടുപുരയും സജീവമാണ്. പുത്തരിക്കണ്ടം മൈതാനിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ആന്റണി എന്ന പേര് വരുമ്പോൾ തന്നെ സഹിൻ ഊട്ടുപുരക്കടുത്താണല്ലോ, അതോട് ചേർത്താണല്ലോ വായിക്കേണ്ടി വരുന്നത്. എങ്ങനെയുണ്ട്? ഇന്ന് ഞായറാഴ്ചയാണ്, ജനപ്രിയ ഇനങ്ങളെല്ലാം സാധാരണ ഈ ദിവസമാണ് വരാറ്. വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. എങ്ങനെ പുരോഗമിക്കുന്നു നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ? സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. 268 പോയിന്റുമായിട്ട് കണ്ണൂർ നിൽക്കുന്നുണ്ട്. തൊട്ടുപുറകിൽ കോഴിക്കോടും ഒപ്പം തന്നെ തൃശ്ശൂരും എല്ലാം തൊട്ടുപുറകിലുണ്ട്. 4ാം സ്ഥാനത്തേക്ക് പാലക്കാട് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ല, അതായത് ഇവിടെ തിരുവനന്തപുരം ജില്ല 8ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. നമ്മൾ നിൽക്കുന്ന ഇടമെന്ന് പറയുന്നത് നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഊട്ടുപുരയാണ്. ഊട്ടുപുരയിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഉച്ചഭക്ഷണം ആരംഭിച്ചു. ഇപ്പോഴും ഉച്ചഭക്ഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്പനേരം മുൻപാണ് മന്ത്രി ശിവൻകുട്ടി ഇവിടെ എത്തി കുട്ടികളോടൊപ്പം ഇരുന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. മാത്രമല്ല മറ്റ് പ്രത്യേക ക്ഷണിക്കപ്പെട്ട അതിഥികളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാനായി ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിരയിൽ 250ഓളം ആളുകളെ നിർത്തിക്കൊണ്ട് ഭക്ഷണ വിതരണം നടത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരേ സമയത്ത് 20,000-ലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്നലെ 17,000 ആളുകളാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ 17,000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നത് 20,000 പിന്നിടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ആസ്വദിച്ചുകൊണ്ടാണ് ആളുകൾ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതും അവർക്കൊക്കെ ഈ ഉച്ച സമയത്ത് നല്ല ചൂട് സാമ്പാറും ചോറും എല്ലാം കിട്ടുന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ചേട്ടാ ഭക്ഷണമൊക്കെ? എങ്ങനെയാണ് അടുത്ത് പറഞ്ഞല്ലോ, സംസാരിച്ചില്ല. ഫുള്ളാണോ? ഓക്കെ. ചേട്ടാ, ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, നല്ല ഭക്ഷണം. ഇഷ്ടപ്പെട്ടോ? ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ആളുകളൊക്കെ നല്ല ആസ്വദിച്ചാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ്. മക്കളെ, ഭക്ഷണം എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ഭക്ഷണമാണ്. അടിപൊളി ഭക്ഷണമാണ്. കഴിച്ചോ? നന്നായിട്ട് കഴിച്ചോ? നല്ല കഴിച്ചേ. അത് തന്നെയാണ് സനീഷ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും പഴയിടത്തിൻ്റെ ഓരോ മാജിക്കുകൾ ഇവിടെ ഉണ്ടെന്നാണ്. ഇന്നലെ പഴയിടം കൊടുത്തിരുന്നത് അടപ്രഥമനായിരുന്നെങ്കിൽ ഇന്ന് ഗോതമ്പ് പായസമാണ് ആളുകൾക്ക് ഉച്ച സമയത്ത് വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷണശാല എന്ന് പറയാൻ നേരത്തെ ഉച്ചയാകുമ്പോൾ ഞാനും എൻ്റെ ക്യാമറമാൻ അരുൺ ഹുണീകനും ഒപ്പം തന്നെ ഡ്രൈവർ ജോഫിനും എല്ലാം ഇവിടെ ഉണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആളുകളൊക്കെ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കൃത്യം 12 മണിക്ക് തന്നെ നമ്മളിവിടെ കൃത്യമായി ഹാജരാകുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ സനീഷേ. വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അതാണ് ഈ യോഹു. ഗൾഫിലെ എൻ്റെ അർബാബും അങ്ങനെ തന്നെയായിരുന്നു. എന്താ കുട്ടിയുടെ പേര്? പത്മിനി. പത്മിനി, ഈ പണമെന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര പണം എൻ്റെ കയ്യിലുണ്ട്. ശരി. ഈ പ്രോപ്പർട്ടി എവിടെയാ? എനിക്ക് തീരെ സമയമില്ല. ഇത് തന്നെയാ പ്രോപ്പർട്ടി. ഒരു ദുഃഖിതനായ പണക്കാരനാണ് ഞാൻ. പണക്കാർക്കും ദുഃഖമുണ്ട് കുട്ടി. ഇട്ടുമൂടാനുള്ള പണമുള്ളത് തന്നെയാ എന്റെ ഏറ്റവും വലിയ ദുഃഖം.
ഞാൻ വാങ്ങിച്ച ശേഷം മുറിച്ചോളാം. ഈ മരം മുറി എന്ന് പറയുന്നത് ഞങ്ങൾ പണക്കാർക്കൊക്കെ ഒരു ഹോബിയാ. ഒരു ചാനലൂടെ തുടങ്ങണം. കൂവളം. കുമാരേട്ടന്റെ അച്ഛന്റെ കാലത്തുള്ള മര ഓഹരി കിട്ടിയപ്പോ വെട്ടാൻ പറഞ്ഞതാ, സമ്മതിച്ചില്ല. അതൊന്ന് സാറിന് നാരങ്ങ ആദായം കുറിച്ചോളൂവേ. ഓക്കെ ഓക്കെ, ഈ ആധാരവും പേപ്പേഴ്സും ഒക്കെ ആധാരം എഴുത്താശാനെ ഏൽപ്പിച്ചോളൂ. അടുത്തതിന്റെ പിന്നത്തെ, അതായത് തിങ്കളാഴ്ച തീറ. നന്ദിയുണ്ട് സാർ. അത് ഒന്നുകൂടെ പറയോ കുട്ടി? നന്ദിയുണ്ട് സാർ. അത് ഈ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ. നന്ദിയുണ്ട് സാറേ. എന്താ സുഖം? നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഓ, എന്നാത്തിനാ? ഇതൊക്കെ ഞങ്ങൾ പണക്കാർക്കൊരു സന്തോഷം. ഇതാ ടോക്കൺ.